മറ്റൊരു ജോസഫ് മാഷിനെ സൃഷ്ടിച്ച് ഭയപ്പെടുത്തി കളയാമെന്ന് കരുതുന്നവരോട്. 2010 തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ TJ ജോസഫിനെ മതനിന്ദ ആരോപിച്ച് മുസ്ലിം തീവ്രവാദ സംഘടനകൾ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു. ആ സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷം അതേ തൊടുപുഴയിൽ പോപ്പുലർ ഫ്രണ്ടുകാർ വീണ്ടും മതനിന്ദ ആരോപിച്ച് മനുസുദൻ എന്ന ക്രിസ്ത്യൻ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു. കൊലപ്പെടുത്തുവാൻ പദ്ധതിയിട്ട് വന്നവർ ചെറുത്തുനിൽപ്പിനെ തുടർന്നാണ് ആക്രമണത്തിൽ ഒതുക്കിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഗുണ്ടകളാ ആ രീതിയിലാണ് സംസാരവും. പോപ്പുലർ ഫ്രണ്ടിനോട് കളിച്ചെങ്കിലേക്ക് നിന്നെ കൊന്നിട്ട് ഞങ്ങൾ അറിഞ്ഞുള്ളെന്ന് പറഞ്ഞു. 150ഓളം പേർ സംഘടിച്ചു വന്ന് ബസ് തടഞ്ഞ് ആക്രമിക്കുക, അതും തൊടുപുഴ പോലൊരു നാട്ടിൽ. ഇത് പാകിസ്ഥാനാണോ? മതനിന്ദ ആരോപണം അഴിച്ചുവിട്ട് മറ്റു മതസ്ഥരെ ആക്രമിക്കാൻ. നമ്മുടെ കൊച്ചു കേരളം തീവ്രവാദികൾ പിടിച്ചടക്കി കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയല്ലേ ഇത്? മറ്റാരോ തയ്യാറാക്കിയ ഖുറാനിലെ ആയത്ത് രേഖപ്പെടുത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മനു തന്റെ പേജിൽ ഷെയർ ചെയ്തതാണ് മനുവിനെ ആക്രമിച്ച തീവ്രവാദ ചിന്താഗതിക്കാരെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ആക്രമണ സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ ഇങ്ങനെയാണ്. ആലുവ KSRTC ഡിപ്പോയിൽ കണ്ടക്ടറായി ജോലി ചെയ്തു വരുന്ന മനോജ് എന്ന് വിളിപ്പേരുള്ള മനുസുദൻ വെള്ളിയാഴ്ച രാവിലെ മുള്ളരിങ്ങാട് വെള്ളക്കയത്ത് നിന്നും തൊടുപുഴയിലേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുന്ന 12ഉം 11ഉം വയസ്സുള്ള തൻ്റെ കുട്ടികൾക്ക് പുത്തനുടുപ്പുകൾ വാങ്ങി നൽകുവാനും അവരെയും കൂടെ കൂട്ടി. വണ്ണപ്പുറത്ത് SBI ബാങ്കിന് സമീപത്തുള്ള സ്റ്റോപ്പിലെത്തിയപ്പോൾ അപരിചിതരായ 2 പേർ ബസിന്റെ പുറത്തുനിന്നും മനുസുദനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അപരിചിതരായ ഇവരുടെ സംസാരത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് അദ്ദേഹം പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. ബസ് മങ്ങാട്ടുകവല മുസ്ലിം പള്ളിക്ക് സമീപം എത്തിയപ്പോൾ ഏകദേശം 150 പേർ ബസ് തടയുകയും മനുവിനെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്തു. ബസ്സിലേക്ക് കയറിയ ആളുകൾ നീ പോക്കറ്റടിക്കുമല്ലേടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് മനുസുദനെ തലയിലും കഴുത്തിലും മുഷ്ടി കൊണ്ട് അതിശക്തമായി പ്രഹരിക്കുവാനും തൊഴിക്കുവാനും തുടങ്ങി. പോക്കറ്റടിക്കാരൻ എന്ന ആക്രോശത്തോടെ തുടങ്ങിയ അക്രമികൾ അധികം താമസിയാതെ തന്നെ അവരുടെ തനി നിറം പുറത്തു കാണിച്ചു. നീ മുസ്ലിങ്ങളോടും പോപ്പുലർ ഫ്രണ്ടിനോടും കളിക്കാൻ ആയോടാ എന്നും പറഞ്ഞായിരുന്നു പിന്നീടുള്ള ആക്രമണം. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി തന്നെ ബസ്സിന് പുറത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും എന്തു വന്നാലും ബസ്സിനുള്ളിൽ തന്നെ പിടിച്ചു തൂങ്ങിക്കിടക്കുവാൻ മനുസുദൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മനുവിനെ അക്രമികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് മനുവിന്റെ തൊട്ടുപുറകിൽ ബസ്സിൽ യാത്ര ചെയ്ത ആളാണ് എന്നാണ് വിവരം. കുട്ടികൾ ഡാഡിയെ കെട്ടിപ്പിടിച്ചില്ലായിരുന്നുവെങ്കിൽ മനുവിനെ ബസ്സിന് പുറത്തേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി. മനുവിനെ ആക്രമിച്ച പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ മർദ്ദനത്തിനിടയിൽ മനുവിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് വിവരം. തങ്ങളുടെ പദ്ധതി മനുവിനെ വധിക്കുക എന്നതായിരുന്നുവെന്നും മക്കൾ കൂടെയുള്ളതുകൊണ്ട് തൽക്കാലം അത് ചെയ്യുന്നില്ല എന്നും ചിലർ ഉറക്കെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനുവിന്റെ വെളിപ്പെടുത്തൽ. മർദ്ദനമേറ്റ മനുവിനെ മങ്ങാട്ടുകവലയിൽ ഉണ്ടായിരുന്ന ട്രാഫിക് പോലീസുകാരനാണ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് പിന്നീടുള്ള വിദഗ്ധ ചികിത്സയ്ക്കായി മനുവിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി മനുവിനെ ആക്രമിച്ച പോപ്പുലർ ഫ്രണ്ടുകാരെന്ന് അവകാശപ്പെട്ടവരോട് പറയാനുള്ളത്, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ 2010 നിന്ന് 2021 കേരളം ഏറെ മാറിയിരിക്കുന്നു. ഒപ്പം ഇന്ത്യയും. മതപ്രീണനത്തിന് വേണ്ടി തീവ്രവാദ സംഘടനകളോട് മൃദു സമീപനം പുലർത്തുന്നവരല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. മതനിന്ദ ആരോപിച്ച് ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദം തകരേണ്ട എന്ന് കരുതി കൂടിയാകാം അന്ന് ക്രൈസ്തവർ തെരുവിൽ പ്രതിഷേധത്തിന് ഇറങ്ങാതിരുന്നത്. പക്ഷേ ഇന്ന് ക്രൈസ്തവരിൽ വലിയൊരു വിഭാഗത്തിനും കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ആശയങ്ങൾ കൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിശബ്ദരായി വീട്ടിലിരിക്കുക. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ നിങ്ങളിൽ ചിലർ ആയുധങ്ങളായി ഇറങ്ങിയാൽ
അതിൻ്റെ പേരിൽ ഇവിടെ ആരും ഇനി ഭയപ്പെട്ട് നിശബ്ദരാകാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്തതുപോലെ ഒരുപക്ഷെ ക്രൈസ്തവർ വാഹനം തടഞ്ഞ് ആക്രമിച്ചെന്ന് വരില്ല. പകരം ഇന്ത്യയിലെ ഉത്തമ പൗരന്മാർ എന്ന നിലയിൽ നിയമത്തിന്റെ എല്ലാ വഴികളും ക്രൈസ്തവർ ഉപയോഗിക്കും. മാത്രമല്ല, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളിലെ പൊള്ളത്തരങ്ങളെ കൂടുതൽ ആർജവത്തോടെ ഇനിയും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആക്രമിച്ചത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ സജീവ പ്രവർത്തകനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ക്രൈസ്തവരുടെ പൊതു പ്രശ്നം കൂടിയാണ്. ഈ നാട്ടിൽ സ്വസ്ഥത തകർക്കാൻ ശ്രമിക്കുന്നവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ ക്രൈസ്തവരിനി പഴയതുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുക. കേസ് അന്വേഷണം നേരായ വഴിയിൽ തന്നെ നടക്കണം. പ്രതികളെ ഉടൻ പിടികൂടി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. സമൂഹത്തിന് മാതൃകയാകുന്ന വിധത്തിൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ പ്രവർത്തിക്കണം. ഭയപ്പെടുത്തിയും ആക്രമിച്ചും സമൂഹത്തെ ചിതറിക്കാമെന്ന് വിചാരിക്കുന്നവരെ വരച്ച വരയിൽ നിർത്താൻ ഭരണാധികാരികൾക്ക് കഴിയട്ടെ. അതല്ല മറ്റൊരു ജോസഫ് മാഷിനെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം. ജാഗ്രത.